സെന്റ് മാർട്ടിൻ ദ്വീപ് യുഎസിന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഭരണത്തിൽ തുടരാമായിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മുൻപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തയ്യാറാക്കി വച്ചിരുന്ന പ്രസംഗത്തിലെ വിവരങ്ങൾ പുറത്തായപ്പോൾ അതിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വാചകം ഇതായിരുന്നു: ബംഗ്ലാദേശിലെ തൻ്റെ ഭരണം അട്ടിമറിക്കാൻ യുഎസ് ഗൂഢാലോചന നടത്തിയെന്നും സെന്റ് മാർട്ടിൻ ദ്വീപുകൾ അവർക്ക് കൈമാറാത്തതാണ് അതിന് പ്രധാന കാരണമെന്നും ഹസീന ബംഗ്ലാദേശിലെ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഹസീനയുടെ ആരോപണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എവിടെയാണ് സെന്റ് മാർട്ടിൻ ദ്വീപ്? എന്താണ് അത് സംബന്ധിച്ച തർക്കം? യുഎസ് ആ ദ്വീപ് കൈക്കലാക്കാൻ ശ്രമിച്ചിരുന്നോ? 3 ചതുരശ്ര കിലോമീറ്റർ പവിഴപ്പുറ്റ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും മ്യാൻമാറിനുമിടയിൽ ബംഗാൾ ഉൾക്കടലിൻ്റെ വടക്ക് കിഴക്കേ അറ്റത്തുള്ള കുഞ്ഞൻ ദ്വീപ്, വിസ്തീർണം 3 ചതുരശ്ര കിലോമീറ്റർ മാത്രം. ബംഗ്ലാദേശിലെ കോക്സ് ബസാർ ടെക്നാഫ് മുനമ്പിൽ നിന്നും 9 കിലോമീറ്ററും മ്യാൻമറിൻ്റെ വടക്ക് പടിഞ്ഞാറൻ തീരത്ത് നിന്ന് 8 കിലോമീറ്ററും മാത്രം അകലെ. ബംഗ്ലാദേശിൻ്റെ ഏക പവിഴപ്പുറ്റ് ദ്വീപാണിത്. 68 ഇനം പവിഴപ്പുറ്റുകളും 151 ഇനം ആൽഗകൾ, 234 ഇനം കടൽ മത്സ്യങ്ങൾ ഉൾപ്പെടെ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറ. ടൂറിസം വികസിച്ചതോടെ ദിവസം ആയിരക്കണക്കിന് പേരാണ് സെന്റ് മാർട്ടിൻ ദ്വീപ് സന്ദർശിക്കാൻ എത്തുന്നത്. നാരികൽ ജിൻജിര നാളികര ദ്വീപ്, ദാരുചിനി ദ്വീപ്, കറുവപ്പട്ട ദ്വീപ് എന്നും ഇതിന് വിളിപ്പേരുകളുണ്ട്. 3 ഭാഗങ്ങളായിട്ടാണ് ദ്വീപിൻ്റെ കിടപ്പ്. വടക്ക് ഭാഗം നാരികൽ ജിൻജിര അഥവാ ഉത്തർപ്പറ എന്നും, തെക്ക് ഭാഗം ദക്ഷിൺ പറയെന്നും, നടുവിൽ ഇടുങ്ങിയ ഇടനാഴി പോലുള്ള ഭാഗം മധ്യപറയെന്നും അറിയപ്പെടുന്നു. ബംഗ്ലാദേശിൻ്റെ പ്രധാന വിനോദസഞ്ചാര മേഖല കൂടിയായ സെന്റ് മാർട്ടിൻ ദ്വീപിൽ 4000-ഓളമാണ് ആകെ ജനസംഖ്യ. നെൽകൃഷി, നാളികരം, മീൻ വളർത്തൽ എന്നിവയാണ് ദ്വീപ് വാസികളുടെ പ്രധാന ജീവനോപാധി. ഇവിടെ വിളയുന്ന വസ്തുതകൾ പ്രധാനമായും മ്യാൻമാറിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. 5000 വർഷം മുൻപ് ടെക്നാഫിൻ്റെ കരപ്രദേശത്തിനൊപ്പമായിരുന്നു ഈ പ്രദേശമെങ്കിലും പിന്നീട് കടലെടുക്കുകയായിരുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. 450 വർഷം മുമ്പാണ് ഇപ്പോൾ കാണുന്ന സെന്റ് മാർട്ടിൻ ദ്വീപ് രൂപപ്പെട്ടത്. 250 വർഷം മുമ്പ് 18-ാം നൂറ്റാണ്ടിൽ അറബ് വ്യാപാരികളാണ് ആദ്യമായി ദ്വീപിലെത്തിയത്. ദക്ഷിണ പൂർവേഷ്യയിലേക്ക് വാണിജ്യത്തിനായി പോയിരുന്ന വ്യാപാരികൾ ദ്വീപ് വിശ്രമ കേന്ദ്രമാക്കി. ജസിറ എന്നതിന് പേരിട്ടു. അറബിയിൽ ജസിറ എന്നാൽ ദ്വീപെന്നർത്ഥം. 1900-ൽ ബ്രിട്ടീഷുകാർ കോളനി സ്ഥാപിച്ചതോടെ ദ്വീപ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചിറ്റ്ഗോങ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്മരണയിലാണ് സെന്റ് മാർട്ടിൻ ദ്വീപെന്ന് പേര് വന്നതെന്നും അതല്ല ക്രിസ്ത്യൻ പുരോഹിതൻ സെന്റ് മാർട്ടിൻ്റെ പേരാണ് ദ്വീപിനിട്ടതെന്നും 2 അഭിപ്രായമുണ്ട്. 1937-ൽ മ്യാൻമർ സ്വതന്ത്രമായപ്പോഴും സെന്റ് മാർട്ടിൻ ദ്വീപ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി തുടർന്നു. 47-ൽ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ വിഭജനത്തിൽ ദ്വീപ് പാകിസ്ഥാൻ്റെ ഭാഗമായി. 71-ൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ദ്വീപ് ബംഗ്ലാദേശിൻ്റെ ഭാഗമായി. മ്യാൻമറും സെന്റ് മാർട്ടിൻ ദ്വീപിനെ ചൊല്ലി ബംഗ്ലാദേശുമായി തർക്കത്തിലാണ്. ദ്വീപ് ബംഗ്ലാദേശിൻ്റേതാണെന്ന് അംഗീകരിച്ച് 74 ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ദ്വീപിൻ്റെ സമുദ്രാതിർത്തി സംബന്ധിച്ചുള്ള തർക്കം നിലനിൽക്കുന്നു. 2012-ൽ രാജ്യാന്തര സമുദ്ര നിയമ ട്രൈബ്യൂണൽ ദ്വീപിനു മേലുള്ള ബംഗ്ലാദേശിൻ്റെ അവകാശം ശരിവെച്ചെങ്കിലും തർക്കം ഇപ്പോഴും തുടരുകയാണ്. മ്യാൻമറിലെ വിമത സൈന്യമായ അരാക്കൻ ആർമി ദ്വീപിനുമേൽ അവകാശം ഉന്നയിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഹസീനയുടെ ആരോപണത്തിന് പിന്നിലെന്ത്? ആദ്യമായിട്ടല്ല യുഎസിന് നേരെ ഷെയ്ഖ് ഹസീന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഖാലിദ സിയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ദ്വീപ് യുഎസിന് വിൽക്കാൻ ശ്രമിക്കുന്നുവെന്ന് 2003-ൽ ഹസീന ആരോപിച്ചിരുന്നതാണ്. വെള്ളക്കാരായ ഒരു വിദേശ രാജ്യം ബംഗ്ലാദേശിൽ വ്യോമത്താവളം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അനുവാദം നൽകാത്തതിനാൽ തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നുവെന്നും അവാമി ലീഗിൻ്റെ നേതൃത്വത്തിൽ 2024 മെയിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഹസീന വെളിപ്പെടുത്തിയിരുന്നതാണ്. അവരുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ അടുത്ത തവണ തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്ന് ഭീഷണിയുണ്ടായിരുന്നു. എന്നാൽ താൻ ബംഗബന്ധു ഷെയ്ഖ്
മുജീബർ റഹ്മാന്റെ മകളാണെന്നും രാജ്യത്തെ പകുത്തുകൊണ്ട് അധികാരത്തിലെത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന മറുപടി നൽകിയെന്നും ഹസീന പറഞ്ഞിരുന്നു.